So next heading, diesel engine. പെട്രോൾ എഞ്ചിനെ പോലെ തന്നെ ഡീസൽ എഞ്ചിനിലും എയർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. എയർ ഈസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. ആൻഡ് പെട്രോളിന് പകരം ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? ഡീസൽ ഈസ് ദ ഡീസൽ ഈസ് യൂസ്ഡ് ആസ് ദ ഫ്യൂവൽ. ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡീസലാണ്. പെട്രോൾ എഞ്ചിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതിനും 3 വാൽവുകളാണുള്ളത്. ഒരു ഇൻലെറ്റ് വാൽവ് I1, അല്ലെ ഫസ്റ്റ് ഇൻലെറ്റ് വാൽവ് ഐ എന്നെടുക്കാം. ഇൻലെറ്റ് വാൽവ് ഐ, സെക്കൻഡ് ഇൻലെറ്റ് വാൽവ് I1, തേർഡ് വാൽവ് ഇ, എക്സോസ്റ്റ് പുറന്തള്ളുന്ന വാൽവ്. അതുപോലെ തന്നെ നമ്മൾ ഈ സിലിണ്ടറിന്റെ ഇവിടുന്ന് ഒരു പിസ്റ്റൺ, ആ പിസ്റ്റന്റെ എഡ്ജ്, ഈ അരിക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട വർക്കിംഗ് സബ്സ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇതിന്റെ സെൻട്രലിലേക്ക്. അപ്പൊ ഇതാണ് ഒരു ഡീസൽ എഞ്ചിൻ. ഇവിടെ ഐ ഈസ് ദ ഇൻലെറ്റ് വാൽവ് ഫോർ എയർ. എയർ കടത്തി വിടുന്നതിന് ഉപയോഗിക്കുന്ന ഇൻലെറ്റ് വാൽവ് ആണ് ഐ. ഡീസൽ സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂവൽ വാൽവ് ആണ് I1 ആൻഡ് ഇ ഈസ് ദ എക്സോസ്റ്റ് വാൽവ്. So there are 3 parts or 3 valves. Inlet valve I or air valve. Second inlet valve അത് അകത്തേക്ക് കൊടുക്കുന്നതാണ് I1 or fuel valve. റിയാക്ഷന് ശേഷം പുകയെല്ലാം പുറത്തു തള്ളുന്ന ഈ എക്സോസ്റ്റ് വാൽവ്. So there are 3 valves are present. Now നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരച്ചാണ് ഓരോന്നും കഴിഞ്ഞ ദിവസം പെട്രോൾ എഞ്ചിന്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. സിമിലർ വേ നമ്മൾ ഇവിടെയും അങ്ങനെ വേണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ ദിസ് ഈസ് അവർ PV ഡയഗ്രാം. ആക്ച്വലി 1, 2, 3 straight lines. 1, 2, 3 straight lines are there. അത് ഡിഫറെന്റ് സമയത്തെ വോളിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റുകളാണ്. ഇത് പി, എക്സ് ആക്സിസ് പി, വൈ ആക്സിസ് പി, എക്സ് ആക്സിസ് വോളിയം. ദെൻ ദിസ് ഈസ് V2. എഴുതുന്നത് ഇതാണ് ആദ്യമുള്ള വോളിയം V1. ദിസ് ഈസ് V2. ദിസ് ഈസ് V3. V1 ഉം V2 ഉം V3 ഗ്രാഫിൽ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം. V1, V2, V3യുടെ ഓർഡർ ഇങ്ങനെയാണ്: V1, V3, V2. ഇനി നമുക്ക് ഓരോ സൈക്കിളും പറയാം. ഫസ്റ്റ് വൺ, ചാർജിങ് സ്ട്രോക്ക്. ഓർ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സക്ഷൻ സ്ട്രോക്ക്. അപ്പം ആദ്യം ചാർജിങ് സ്ട്രോക്കിൽ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഈ I1 ഉം E യും
ഏത് ഫ്യൂവൽ വാൽവും ആൻഡ് എക്സോസ്റ്റ് വാൽവ് രണ്ടും ആദ്യം അങ്ങോട്ട് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഐയിലൂടെ ഇൻലെറ്റ് വാൽവിലൂടെ പ്യുവർ എയറിനെ അകത്തേക്ക് സക്ക് ചെയ്യും. പ്യുവർ എയർ സക്ഡ് ഇൻടു ദ സിലിണ്ടർ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ATM പ്രഷർ. ദാറ്റ് മീൻസ് പ്രഷർ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആൻഡ് ഇൻ ദ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ SA. അപ്പൊ SA എന്ന് പറയുന്ന ഒരു ലൈൻ, SAയുടെ പ്രത്യേകത തന്നെയാണ് പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ ഇങ്ങോട്ട് നിൽക്കും. എയർ കയറുമ്പം വോളിയം. സോ ദിസ് ഈസ് ദ ലൈൻ. വോളിയം ഈസ് ഇൻക്രീസ്ഡ് ഫ്രം ഇനിഷ്യൽ സ്റ്റേജിൽ എത്തിയ വോളിയാന്ന് അറിയിക്കാൻ V1. പ്രഷർ റിമൈൻസ് സെയിം ഓർ V atmospheric pressure. So this is the first indicator diagram from S to A. Let's consider now it has a temperature T1 and pressure here P1 and volume V1. That is the first cycle or charging stroke. ഇനി ആദ്യം നമ്മളിപ്പം എയറിനെ അകത്തോട്ട് കൊണ്ടുവന്ന് സെക്കൻഡ് സൈക്കിൾ ഈസ് കോൾഡ് കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ കംപ്രസ് ചെയ്യും സിലിണ്ടറിന്. ഈ കയറിയ എയറിനെ കംപ്രസ് ചെയ്ത് വോളിയം കുറയ്ക്കുക, പ്രഷർ കൂട്ടുക. ഈ വാക്കിൽ നിന്ന് ഓർത്താൽ മതി. അപ്പൊ കംപ്രസ് ചെയ്യുന്ന എന്നാ ചെയ്യണം? ആദ്യം ക്ലോസ് ഓൾ ദ വാൾസ് എല്ലാം കൂടെയും ക്ലോസ് ചെയ്യുക. എയർ കംപ്രസ് ഇൻടു 1/17 ഓഫ് ഇറ്റ്സ് വോളിയം. വോളിയം വളരെ കുറവ്. ആദ്യം ഇരുന്നതിന്റെ 17 വോളിയായിട്ട് കുറയുന്ന വരെ ഈ സിലിണ്ടറിനെ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട്. ഇപ്പൊ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്നാ പറ്റും? പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ പ്രഷർ ഇൻക്രീസ്ഡ് അപ് ടു 35 ATM, 35 അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരെയും പ്രഷർ ഇൻക്രീസ് ചെയ്തു, വോളിയം കുറഞ്ഞു. ആ സമയത്ത് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്തു, ഇൻക്രീസ്ഡ് അപ് ടു 1000 degrees Celsius. And in the indicated diagram it is represented by A to B. നോക്കുക, രണ്ടാമത്തെ സൈക്കിളില് കംപ്രസ് ചെയ്യുവാണ് നമ്മൾ. കംപ്രസ് ചെയ്യുമ്പം നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി വോളിയം കുറയും. അപ്പൊ വോളിയം ഇവിടുന്ന് കുറഞ്ഞ് ഇങ്ങോട്ട് വരും, പ്രഷർ കൂടും, വോളിയം കുറയും, മുകളിലോട്ട് പോകും, ടെമ്പറേച്ചർ 1000 ഡിഗ്രി കൂടി. സോ ഇൻ ദ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം is represented by A to B, and this is a point B. This is the diagram A to B. This is the diagram. വളഞ്ഞു കിട്ടണം. ഓക്കെ, ദിസ് ഇസ് എ ഡയഗ്രാം A to B. T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇപ്പം T2 ആയി മാറി. T2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1000 ഡിഗ്രി സെൽഷ്യസ് ആയി. അതുപോലെ പ്രഷർ എന്ന് പറയുന്നത് വളരെ ഇവിടെ ഈ പോയിന്റിലുള്ള പ്രഷർ ഇത്രയും കൂടി, 35 ATM പ്രഷർ വരെയും കൂടി.
വോളിയം ഇവിടുന്ന് ഇവിടം വരെയും കുറഞ്ഞു. 1/17 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയമായി മാറും. സോ ദീസ് ആർ ഹാപ്പൻസ് ഇൻ ദ ഡയഗ്രാം എ ടു ബി. ഒന്നുകൂടെ പറയാം. ആദ്യത്തതില് ഓയിൽ വാൽവും എക്സോസ്റ്റ് വാൽവും അടച്ചേച്ച് എയറിനെ അകത്തേക്ക് കടത്തിവിടും. അപ്പൊ വോളിയം കൂടി, പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണ്, പ്രഷർ കോൺസ്റ്റന്റ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം എസ് ടു എ. സെക്കൻഡില് എല്ലാ വാൽവുകളും ക്ലോസ് ചെയ്തിട്ട് പിസ്റ്റൺ മൂവ് ചെയ്യിപ്പിക്കുക. ക്ലോസ് ഓൾ ദ വാൽവ്സ് ആൻഡ് കംപ്രസ് ദ സിലിണ്ടർ. Or piston moves in upward direction. Piston moves in upward direction. Piston മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്നാ പറ്റും? വോളിയം കുറയും, പ്രഷർ കൂടും, ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിയത് അപ് ടു 1000 ഡിഗ്രി സെൽഷ്യസ്, പ്രഷർ കൂടിയത് അപ് ടു 35 അറ്റ്മോസ്ഫിയർ പ്രഷർ, വോളിയം കുറഞ്ഞത് 1/17 ഓഫ് ദ ഒറിജിനൽ വോളിയം. ആദ്യം ഉണ്ടായിരുന്നതിന്റെ 17 ഒരു വോളിയമായിട്ട് കുറഞ്ഞു. സോ തേർഡ് സൈക്കിൾ സൈക്കിളില് ദ ഇഞ്ചക്ഷൻ ഓഫ് ഓയിൽ. തേർഡ് സൈക്കിൾ ദ ഇഞ്ചക്ഷൻ ഓഫ് ഓയിൽ. നമ്മൾ പറഞ്ഞ പോലെ ഓയിലിനെ അകത്തേക്ക് കടത്തിവിടുക. ഓയിലിനെ അകത്തേക്ക് കടത്തിവിടണ ഏത് വാൽവ് ഓപ്പൺ ആകണം? ഓയിൽ വാൽവ് ഏതാണ് ഇതിനകത്ത്? ടിനി. ഓയിൽ വാൽവ് ഏതാണ്? ഓയിൽ വാൽവ് I1. I1 ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഡീസൽ ഓയിലിനെ സ്പ്രേ SPRAY സ്പ്രേ ദ ഡീസൽ ഓയിൽ or diesel fuel into the cylinder. ഇപ്പൊ ഇതിനകത്ത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പറഞ്ഞത്? 1000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നല്ലേ? അപ്പൊ 1000 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇപ്പൊ ഡീസൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് പറ്റും? ഡീസൽ ഓയിൽ ഓർ ഡീസൽ സ്പ്രേ സ്പോണ്ടേനിയസ്ലി ബേൺ ചെയ്യും, കത്തും, പെട്ടെന്ന് കത്തും. സോ ഇറ്റ് ഡീസൽ സ്പ്രേ ബേൺസ് സ്പോണ്ടേനിയസ്ലി. വേറെ സ്പാർക്ക് ഒന്നും ഇവിടെ കൊടുക്കണ്ട. പെട്രോൾ എഞ്ചിനകത്ത് ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു, സ്പാർക്ക് വാൽവ് ഉണ്ടായിരുന്നു. ഇവിടെ സ്പാർക്കിന്റെ ആവശ്യമില്ല. 1000 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുമ്പം ഡീസൽ അങ്ങോട്ട് സ്പ്രേ ചെയ്താൽ അത് കത്തും. സോ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം 1000 ഡിഗ്രി സെൽഷ്യസ് ടു 2000 ഡിഗ്രി സെൽഷ്യസ്. 2000 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലോ ഇവിടെ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാല്, ബട്ട് വി ടേക്ക് ഇറ്റ് ആസ് പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്. പ്രഷറിനെ നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പ്രഷർ കോൺസ്റ്റന്റ് ആണ്, നമ്മളത് പറയുന്നതാണ് ഐസോബാറിക് പ്രോസസ് ആണ്. ആൻഡ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വോളിയം ഇൻക്രീസ് ചെയ്യും. ഇത്രയും കാര്യമാണ് നടക്കുന്നത്. ഡീസൽ സ്പ്രേ ചെയ്യുന്നു. ഡീസൽ സ്പ്രേ ചെയ്യുമ്പോൾ ഡീസൽ കത്തും. ഡീസൽ കത്തി കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടും. T2 എന്ന് ടെമ്പറേച്ചർ ഇപ്പൊ T3 അടുത്ത പോയിന്റ് എഴുതി കഴിഞ്ഞാൽ T3 എന്ന് പറയുന്നത് 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടും. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നോക്കിയാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഉണ്ടോ? പ്രഷർ കോൺസ്റ്റന്റ്, വോളിയം കൂടി, ടെമ്പറേച്ചർ കൂടി. സോ B2C that is represented
as in the indicated diagram B2C. Clear ആയോ B2C സൈക്കിള് അമൃത? ഇപ്പം നമ്മളുടെ 1000 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്നതിലോട്ട് ഡീസൽ സ്പ്രേ ചെയ്യുക. ഡീസൽ കത്തി 1000 നിന്ന് 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ആകും. വോളിയം കൂടും ടെമ്പറേച്ചർ കൂടുമ്പം, പക്ഷെ പ്രഷറിന് മാത്രം റിമൈനിങ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക. സോ ഇൻഡിക്കേറ്റഡ് ഡയഗ്രം ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം B2C. അമൃത. പെട്രോൾ എഞ്ചിനിൽ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെയും ഒരു സൈക്കിളിൽ മാത്രമേ വർക്കിംഗ് നടക്കുള്ളൂ. ഇവിടെ വർക്കിംഗ് നടക്കുന്ന സൈക്കിളാണ് ഫോർത്ത് സൈക്കിൾ ഓർ ദ വർക്കിംഗ് സ്ട്രോക്ക്. വർക്കിംഗ് സ്ട്രോക്കിൽ 2 സൈക്കിളുണ്ട്. ഒന്ന് C2D, ഇൻഡിക്കേറ്റഡ് ഡയഗ്രത്തിൽ 2 എണ്ണം കിട്ടും, C2D ആൻഡ് D2A. ഇനി നമുക്ക് ആദ്യത്തെ C2Dയെ കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 2000 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുവാണ്. അപ്പം ഡ്യൂ ടു വെരി ഹൈ ടെമ്പറേച്ചർ or 2000 degrees Celsius, this gas expands. സിലിണ്ടർ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്ത് തന്നെ പറ്റും, ഈ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും, ഇത് ഇങ്ങോട്ട് അനങ്ങും, സോ ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പം സിസ്റ്റം എക്സ്പാൻഡ്, piston moves downward and it's do work or external work. അപ്പൊ C2D ആണ് നമ്മുടെ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ദ വർക്ക് ഈസ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഈ സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പം പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്താൽ എന്ത് പറ്റും? പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്താൽ വോളിയം കൂടും, വോളിയം ഇൻക്രീസ്ഡ്, പ്രഷർ ഡിക്രീസ്ഡ്, ഓൾസോ ടെമ്പറേച്ചർ ഡിക്രീസ്ഡ്. അപ്പം നമ്മുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ടെമ്പറേച്ചർ കുറയണം, പ്രഷർ കുറയണം, വോളിയം V3യിൽ നിന്ന് V1ലേക്ക് കൂടും. ശരിയാവില്ല. ഇതിന് പാരലായിട്ട് തിരിച്ച് അതേ പാത്തിലൂടെ ഇങ്ങനെ പോയേച്ച് ഇങ്ങനെ വന്നേച്ച് ഇതുപോലെ തിരിച്ചു വരും. ഇനി നോക്കിയും അതാണ് C2D. ഇവിടെ ഇപ്പൊ T4 എന്ന് പറയുന്ന ടെമ്പറേച്ചർ എത്തി. ഇവിടെ എന്നാന്ന് വെച്ചാല് ഇതിനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ മുമ്പോട്ട് മൂവ് ചെയ്യിപ്പിക്കായിരുന്നു അല്ലേ? നമുക്കിവിടെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആകുന്ന പ്രഷർ വരെ എത്തിക്കായിരുന്നു. അപ്പൊ അതിനെ ഞാനൊരു പോയിന്റ് G എന്ന് എഴുതി നോക്കുക. G, അതായത് ഇനിഷ്യൽ പ്രഷർ വരെ എത്തിക്കാം. പക്ഷെ ഈ പോയിന്റ് എത്തുമ്പോ എന്നാ പറ്റൂന്ന് ചോദിച്ചാല് അറ്റ് ഡിയിൽ എത്തിക്കഴിയുമ്പം നമ്മൾ നമ്മുടെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യും. എക്സോസ്റ്റ് വാൽവ് ഈസ് ഓപ്പൺ. എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്നാ പറ്റും? പ്രഷർ കുറയും അല്ലെ? എക്സോസ്റ്റ് വാൽവിലൂടെ ഈ ഹീറ്റും എല്ലാം പുറത്തേക്ക് പോകും. അല്ലെങ്കിൽ വർക്കിന് ശേഷമുള്ള Q2 എന്ന് പറയുന്ന ഹീറ്റ് moves through the exhaust valve. അപ്പൊ എന്നാ പറ്റും? പ്രഷർ കുറയും, പ്രഷർ
decreased. But pressure കുറയും, but it is an isochoric process. Or volume remains same ആക്കി നിർത്തുക. അപ്പൊ നോക്കുക, ആ സൈക്കിൾ ഈസ് റെപ്രസെന്റഡ് ബൈ ഇപ്പൊ പറഞ്ഞ ലെറ്റർ D2A. D2Aയില് പ്രഷർ കുറയും, ഇവിടുന്ന് ഇങ്ങോട്ട് ഷാർപ്പായിട്ട് പ്രഷർ കുറയും. വോളിയത്തിന് വ്യത്യാസമില്ല, V1 തന്നെ. അതുകൊണ്ടാണ് ഐസോകോറിക് പ്രോസസ് ആണത്. പ്രഷർ കുറയുന്നു, ടെമ്പറേച്ചർ T4 എന്ന് കുറഞ്ഞ് ടെമ്പറേച്ചറും കുറയുന്നു. ടെമ്പറേച്ചർ ഡിക്രീസഡ് ഫ്രം T4 to T1. This is the working stroke. അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, C2Dയും D2A. 2000 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരിക്കുമ്പം പിസ്റ്റൺ തന്നെ താഴത്തേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഷൻ വെച്ച് വർക്ക് ചെയ്യും. അതാണ് ആദ്യത്തെ സ്ട്രോക്ക്, ഓർ C2D ഇൻ ദ ഇൻഡിക്കേറ്റഡ് ഡയഗ്രം. അപ്പൊ അതിങ്ങനെ പോരുവാണ്, എവിടം വരെ വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാം. പക്ഷെ എന്നാ ചെയ്യും, നേരത്തെ V1 എന്ന് പറയുന്ന വോളിയത്തെ എത്തുമ്പം, അല്ലെ D എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പം, പിന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് GAലോട്ട് പോകാമായിരുന്നു. പക്ഷെ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി എക്സോസ്റ്റ് വാൽവ് അങ്ങ് ഓപ്പൺ ചെയ്തു. എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് ഹീറ്റ് എനർജി എല്ലാം പുറത്തു പോയി. പ്രഷർ ഷാർപ്പായിട്ട് കുറഞ്ഞേച്ച് അടുത്ത സൈക്കിൾ D2Aയിലേക്ക് പോയി. ക്ലിയർ ആയോ? ഫിഫ്ത്ത് സൈക്കിൾ ഓർ ലാസ്റ്റ് സൈക്കിൾ, ഇതിന് തിരിച്ച് ഇതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ വരണം. ദാറ്റ് ഈസ് ഫിഫ്ത്ത് വൺ, എക്സോസ്റ്റ് സ്ട്രോക്ക്. എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന പോലെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യുക. ഐയും I1ഉം ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിലൂടെ ഹീറ്റ് മുഴുവൻ ഇതിലൂടെ പുറത്തേക്ക് പോകും. അപ്പൊ പിസ്റ്റൺ ഇങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യും, അല്ലേ? അപ്പൊ ഇതിനകത്തുള്ള ബേൺഡ് ഗ്യാസ് സെപ്റ്റ് ഔട്ട്, പുറത്തു പോവും. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആക്കി നിർത്തി കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രം എങ്ങനെ വരും? വോളിയം ഒറ്റയടിക്ക് കുറയും, അല്ലെ? ഇത് പുറത്തു പോവുകയാണ്. അപ്പൊ വോളിയം ഷാർപ്പായിട്ട് വോളിയം ഡിക്രീസ് ചെയ്യും, ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യും, പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. സോ ഇതാണ് പ്രഷർ കോൺസ്റ്റന്റ് ലൈൻ. സോ ഇതിന് കൃത്യം ഓപ്പോസിറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റഡ് ഡയഗ്രം ഈസ് മൂവ് ഫ്രം A to S. സോ എസിൽ നിന്ന് എയിൽ പോയി, എയിൽ നിന്ന് B വന്ന്, ബിയിൽ നിന്ന് C വന്ന്, സിയിൽ നിന്ന് D വന്ന്, ഡിയിൽ നിന്ന് A വന്ന്, എയിൽ നിന്ന് തിരിച്ച് ഇനിഷ്യൽ അവസ്ഥയിൽ എസിൽ തിരിച്ചെത്തി. ദിസ് എക്സോസ്റ്റ് സ്ട്രോക്ക് ഈസ് റെപ്രസെന്റഡ് ബൈ A2S. അപ്പൊ ഇതാണ് ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ബോത്ത് ഓട്ടോ എഞ്ചിൻ ഓർ പെട്രോൾ എഞ്ചിൻ ആൻഡ്